എന്തെണ്ണോ? ആ ആ അവിടെ ഇരിക്കട്ടെ, പയ്യനെ പിടി. അടിച്ചെന്നറിയാ നീ? കോളല്ല, വറ്റ എത്ര എണ്ണം അടിച്ച് എന്നെ കോള് വെക്കണ്ടേ? ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടിയ ഒരു 3-4 അടിയും കൊടുത്തേ, ഒന്നും നോക്കിയില്ല. ഹായ് ഫ്രണ്ട്സ്, RR ഫിഷിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് നമ്മൾ കാസ്റ്റിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളെ തുടക്കം മോശമായില്ല. 2025 നമ്മളെ കൂടാണെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ ജിഗിനകത്ത് നമുക്ക് എടുത്തേക്കുന്നത് അടിപൊളി ഒരു വറ്റയാണ്. ഒന്നല്ല, ഒരു ജിഗിൽ തന്നെ നമുക്ക് 2 വറ്റ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കടൽ നല്ല റഫുള്ള സമയത്താണ് നമുക്ക് എന്തായാലും മീൻ അടിച്ചിട്ടുള്ളത്. കടൽ ഇത്ര റഫായതുകൊണ്ടും ഇത് ഊരിപ്പോകുമെന്നുള്ള പേടിയുണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻ P2 ലൈനാണ്, പൊട്ടിപ്പോകുമെന്നുള്ള പേടിയുണ്ട്. എന്തായാലും അധികം പരിക്കുകളോ ബാക്കി കാര്യങ്ങളോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് എന്തായാലും മീനെ സേഫായിട്ട് കരയ്ക്ക് ലാൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണുക. ജിഗ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്, വറ്റയുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ, പൊക്കിയും കയറ്റിയ കല്ലിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട്. എന്തെണ്ണോ? ആ ആ അവിടെ ഇരിക്കട്ടെ, പയ്യനെ പിടി. വാ വാ വാ, ഒരു ജിഗി 2 എണ്ണം. നീ കിടപ്പുണ്ടല്ലേ അവിടെ? അങ്ങനെയൊക്കെ വെച്ചാൽ കാണാതെ മുഖം കാണത്തില്ല. ആ ഓക്കെ, അടിപൊളി അടിപൊളി. ആ ഇനി ഞാൻ ചോദിച്ചു 2 ഹുക്കപ്പ് കൊടുത്തു നീ. എന്നാ പ്ലെയർ വേണ്ടേ? ജിഗ് വരെയും ജിഗ് വരെയും. അപ്പോൾ ഇത് ഒരു വീഡിയോ അല്ല, 3-4 ദിവസമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ വറ്റയുടെ നല്ല ആക്ടിവിറ്റി ഉള്ള സമയത്താണ് നമ്മൾ ജിഗ് കാസ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ ദൂരെ നോക്കിയാൽ കാണാൻ പറ്റും മീൻ വന്ന് വെട്ടിയിട്ട് പോകുന്നതും ചെറിയ കടൽക്കാക്കകൾ വന്ന് ചെറിയ മീനുകളെ പിടിക്കുന്നതും. അപ്പോൾ അതാ ഇതേപോലെ ആക്ടിവിറ്റി കാണുന്ന സമയങ്ങളിലാണ് നമ്മൾ ജിഗ് കാസ്റ്റ് ചെയ്യേണ്ടത്. അല്ലാതെ വന്ന് വെറുതെ ജിഗ് കാസ്റ്റ് ചെയ്ത് ജിഗ് ഉടക്കി കളയുക അല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. പൊതുവെ ഇപ്പോൾ വറ്റയുടെയോ അല്ലെങ്കിൽ മറ്റ് മീനുകളുടെയോ സീസൺ വളരെ കുറവാണ്, മീൻ കിട്ടുന്നതും വളരെ കുറവാണ്. എന്തായാലും നമുക്ക് നല്ല രീതിയിൽ മീൻ കിട്ടുന്നുണ്ട്. അത് 3 ദിവസമായിട്ട് പിടിച്ച വീഡിയോ ആണത്. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, ഇങ്ങനെ എടുത്തേക്കോ. പോട്ട് പോട്ട് വീഡിയോ എടുക്കുന്നവർ ഞാൻ ഓക്കെ. 2X എടുക്കണേ. 2H അല്ലേ? അപ്പോൾ നമുക്ക് അടിച്ചേക്കുന്നത് യെല്ലോ ഫിൻ ട്രിവാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ്. അപ്പോൾ നമുക്കിത് അടിച്ചേക്കുന്നത് ഹവാസിൻ്റെ GT കില്ലർ എന്ന് പറഞ്ഞ ജിഗിനകത്താണ്. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടുള്ളൊരു ജിഗാണ്. 60 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. പോരാഞ്ഞിട്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹുക്കും റാറ്റിൽ സൗണ്ടിനായിട്ടൊരു സ്പിന്നറും ഇതിനകത്തുണ്ടാവും. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്തിട്ട് ചെറിയ ഹുക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് അടിക്കുന്ന മീനുകൾ ചെറുതായതുകൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡിനകത്ത് ഗ്ലോ ഉണ്ട്. നൈറ്റ് നല്ല ഗ്ലോ ആയിട്ട് ലൈറ്റ് തെളിച്ച് കഴിഞ്ഞാൽ കത്തും. അടിപൊളി ജിഗാണ്, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത കാസ്റ്റിങ്ങിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഹവാസിൻ്റെ ജിഗ് തന്നെയാണ്. ആക്ടിവിറ്റി ഇന്നത്തെ ദിവസം വളരെ കുറവായിരുന്നു. എന്നിരുന്നാൽ പോലും നമുക്ക് ആ ഒരു ജിഗിനകത്ത് വീണ്ടും മീനടിച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വറ്റ തന്നെയാണ്. അത് സിമ്പിളായിട്ട് ലാൻഡ് ചെയ്ത് നമ്മൾ കരയ്ക്ക് എത്തിച്ചിട്ടുണ്ട്. നോട്ടെ ചെകളെ പിടിച്ചേട് ഊരി പോവാത്. ചെകളെ പിടിച്ചേട്ടാ. ജിഗ്ഗൊന്ന് കാണിക്കണേ. GT കില്ലർ.